ഐ എം എ ഹ്യൂമൻ ബോംബ്. ഇതൊരു ബോംബാണ്, ന്യൂ ഇയർ ബോംബ്. ഇരുപത് സെക്കൻഡിനുള്ളിൽ ഇത് പൊട്ടിത്തെറിക്കും. Come on, arrest me. Bloody cheat. I congratulate you for your success in today's operation. You know, the situation has changed. The Chief Minister wants to destroy me. It is impossible to do any operation in the coast of Karnataka for the next 1 year. മിസ്റ്റർ യോഗപ്പയ്ക്ക് അധികാരത്തിൽ തുടരണമെങ്കിൽ മണി വേണം, എനോർമസ് മണി. അദ്ദേഹം തുടരുന്നില്ലെങ്കിൽ അത് എന്റെ സർവൈവലിനെ ബാധിക്കും. എന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെയല്ല, നിന്റെയും. പ്ലീസ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് തീരുമാനിക്കാം. മയക്കുമരുന്ന് കള്ളക്കടത്തിന് ഭാഗമാക്കാൻ ഞാൻ തയ്യാറല്ല. ഐ കനോട്ട് ഡു ഇറ്റ്. സി മിസ്റ്റർ വിശ്വനാഥൻ, നമ്മളത് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. യു ആർ ജസ്റ്റ് എക്സ്പോർട്ടിംഗ്. അറിയാം സാർ, അമേരിക്കയിലോ ജർമ്മനിയിലോ ഉള്ള യുവാക്കളെ നശിപ്പിക്കുന്നതിൽ ഒരു കണ്ണിയാവാൻ എനിക്ക് വയ്യ. ഞാൻ എത്തിക്സിനെ കുറിച്ചൊന്നും പ്രസംഗിക്കുന്നില്ല. നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ഡു ഇറ്റ്. എന്റെ കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, സിംപ്ലി ഐ കനോട്ട് ആൻഡ് ഐ വിൽ നോട്ട്. സോറി സർ, ഈ ഒരു നല്ല ദിവസം നമ്മൾ ഇങ്ങനെ പിരിയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടപ്പെട്ടവരാണ്. ഞാൻ പിണങ്ങിപ്പിരിയല്ല. ഈ അവസരത്തിൽ ഞാൻ ഇനി കൂടുതൽ സംസാരിച്ചാൽ സാറിന് മനസ്സിലാവില്ല, സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ വീണ്ടും വരാം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ബൈ. ಅವನು ತನ್ನ ಆದರ್ಶಗಳಿಗೋಸ್ಕರ ಈ ಜಾಗ ಬಿಟ್ಟು ಹೋದ ಅಂತ ಅನ್ಕೊಂಡ್ರ? ನೋ, ಮುಖ್ಯಮಂತ್ರಿಗೆ ಕೇರಳದಲ್ಲೂ ಕನೆಕ್ಷನ್ ಇದೆ. ವಿಶ್ವ ನನ್ನ ಮತ್ತು ನಮ್ಮ ಗುಂಪಿನವ್ರಿಗೆ ಮೋಸ ಮಾಡಿದರೆ ಅವನು ಮಾಡೋ ಎಕ್ಸ್ಪೋರ್ಟ್ ಲೋಡ್ಗಿಂತ ಅಧಿಕ ಲಾಭ ಸಿಗುತ್ತೆ, ವಿತೌಟ್ ಎನಿ ರಿಸ್ಕ್. ನೋ ಸರ್, ಅವನಂಥವನಲ್ಲ. ಇರಬಹುದು, ಅದನ್ನ ಪರೀಕ್ಷೆ ಮಾಡೋಕ್ಕೋಸ್ಕರ ನಮ್ಮ ಜೀವನ ರಿಸ್ಕ್ ತಗೋಬೇಕಾ? താങ്ക് യു സർ, താങ്ക് യു. എന്താ പ്രശ്നം? ഒന്നുമില്ല. No, nothing. I can manage. Okay. പേര്? വിശ്വനാഥൻ, കെ വിശ്വനാഥൻ. സ്വദേശം? കോഴിക്കോട്. ബിസിനസ്സുകാരനാ. ഇവിടെ കർണാടകത്തിൽ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ബിസിനസ് അങ്ങ് നാട്ടില. കോഴി വളർത്തല്, പൗൾട്രി ഫാം. പുതിയ ഗൾഫ് വിമാനമൊക്കെ വന്നതുകൊണ്ട് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് ഇത്തിരി വികസിക്കാമെന്ന് കരുതി. വിദേശ നാണ്യം. ബാംഗ്ലൂരിൽ വസന്ത ബാധിക്കാത്ത നല്ല ഇനം കോഴികളെ കിട്ടുമെന്ന് നാട്ടിലൊരാൾ പറഞ്ഞു. കോഴിയെ കിട്ടിയതുമില്ല, കള്ളന്മാരുടെ അടി കൊണ്ടത് മിച്ചം. ആക്രമിച്ചത് ആരാണെന്ന് എന്തെങ്കിലും വിവരമുണ്ടോ? ഐ മീൻ, ബിസിനസ്സിലെ വല്ല പൂർവ്വവൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും? എനിക്കറിയില്ല. കള്ളന്മാരായിരിക്കും, അല്ലെങ്കിൽ തന്നെ കോഴി വിറ്റ് ജീവിക്കുന്നവൻ ആരാ സാറേ ശത്രു? അവരുടെ അറ്റാക്കിന്റെ രീതിയും മറ്റും കണ്ടാൽ ഇറ്റ്സ് എ ഹൈവേ റോബറി. ഇത് സർവ്വസാധാരണമാണ്, പ്രത്യേകിച്ചും രാത്രിയിൽ. നിങ്ങളിത് ആദ്യം ആയതുകൊണ്ടാ. സാധാരണ രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ ബിസിനസ്സുകാർ ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ കൂടുക പതിവ്. സർ, മർഡർ അറ്റംപ്റ്റും ഹൈവേ റോബറിയും അല്ലേ? നിയമം തെറ്റിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനാ പോലീസിനെ വിളിച്ചത്. പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ചന്ദ്രദാസ്, ബാംഗ്ലൂരിലെ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു. നാട്ടിലേക്ക് തന്നെ, കോഴിക്കോട്ടേക്ക് വരുന്ന വഴിക്കാണ് നിങ്ങളെ കണ്ടത്. സർ, മാഡം ഇസ് വെയിറ്റിംഗ്. യെസ്, ഇവർക്ക് വേണ്ട വിവരമൊക്കെ പറഞ്ഞു കൊടുത്തേക്കൂ മിസ്റ്റർ വിശ്വനാഥൻ. മിസ്റ്റർ വിശ്വനാഥൻ, ഞാൻ പോവാണ്. നാട്ടിൽ വരുമ്പോ കാണണം. സാർ, എന്താ? ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അത്രയ്ക്ക് അസുഖമൊന്നുമില്ല. എത്രയൊക്കെ ആയാലും സ്വന്തം നാട്ടിലെ പോലെ ആവോ?
സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇവരോട് പറഞ്ഞൊരു ടാക്സി അറേഞ്ച് ചെയ്തെന്ന് എനിക്കിവിടെ കിടക്കാൻ വയ്യ. നോനോ, പോലീസിനെ അറിയിച്ചു പോയ സ്ഥിതിക്ക് ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ. തന്നെയുമല്ല, 2-3 ദിവസത്തെ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു. സാർ അതെല്ലാം നോ മിസ്റ്റർ വിശ്വനാഥൻ, ബിസിനസിന്റെ കാര്യം ഓർത്തിട്ടാണോ? 2 ദിവസം ഗൾഫിലുള്ളവർ ചിക്കൻ ഇല്ലാതെ ആഹാരം കഴിച്ചോളും. ഓക്കെ, ബൈ. ആ. ഹലോ ഹലോ സർ. അങ്കിൾ അങ്കിൾ എന്തു പറ്റി? ഒരു ചെറിയ റിപ്പയർ. സാധനം വേണേൽ ഇനി മംഗലാപുരത്ത് പോകണമെന്ന്. ഓ, താൻ ചാടി പോന്നു. ഞാൻ പറഞ്ഞില്ലേ സാർ, എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കൂല. ഞാനിനി പോന്നു. ഈ വണ്ടി ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ. ആ, അയാളും കോഴി വളർത്തുകാരൻ തന്നെയാ. ഏയ്, പുള്ളി ഡയറി ഫാം. എരുമ എരുമ. ഇതാണ് എന്റെ സാമ്രാജ്യം. ഏതാ ഈ സ്ഥലം? തലപ്പേര് റിക്കാർഡിക്കലായിട്ട് കൃഷ്ണപുരം ഒന്ന്, കൊളോക്കിലായിട്ട് പലതും പറയും. അതൊക്കെ സാറ് വഴി അറിഞ്ഞോളൂ. അയ്യോ, ഇതെന്ത് പറ്റി ചേട്ടാ? ഓ, ഒന്നുമില്ല, ഒരു ചെറിയ ആക്സിഡന്റ്. എവിടെ വെച്ച്? അതൊക്കെ പിന്നെ പറയാം. ഇദ്ദേഹമാണ് രക്ഷപ്പെടുത്തിയത്. ചന്ദ്രദാസൻ സാർ, നമ്മുടെ പുതിയ പോലീസ് കമ്മീഷണർ ആകാൻ പോകുന്ന ആളാ. എന്റെ മാനേജർ. ഹലോ. കുട്ടികൾ ഉറക്കമാണല്ലോ, ഇല്ലെങ്കിൽ അമ്മയൊക്കെ ഒന്ന് പരിചയപ്പെടാമായിരുന്നു. അതൊക്കെ ഇനിയാകാമല്ലോ വിശ്വനാഥ. നല്ല ക്ഷീണമുണ്ട്, വീട്ടിൽ പോയി കുളിച്ചിട്ടൊന്ന് ഫ്രഷ് ആവണം. അയ്യോ എന്റെ പൊന്നു സാറേ, ഇത് എന്ത് പറ്റി? ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം. ചായ കൊടുക്കും. സാറേ ഇത് ചായ കൊടുക്കണു. ഞാൻ പരിചയപ്പെടുത്തിയില്ലെങ്കിലും സാറ് പരിചയപ്പെട്ടോളൂ. യേശു, സായാഹ്ന പത്രമാ, കാളകൂടം. ഓഹോ, യേശുട്ടാ, ആ ഇത് പുതിയ കമ്മീഷണറാ, പോലീസ് കമ്മീഷണർ. അയ്യോ, വിശ്വന് നല്ല ക്ഷീണമുണ്ട്. ഇവരെ ഞാൻ കൊണ്ടാക്കാം. അതൊന്നും വേണം. അല്ലല്ല, ഞാൻ കൊണ്ടാക്കാം. ആ, കേളൂറൈറ്റർ മുതലാളിയില്ലേ, അങ്ങേരുടെ വീട്ടിലേക്ക്. ആ, അത് പറഞ്ഞില്ലല്ലോ. കേളൂറൈറ്ററുടെ മകളും മരുമകനുമാ. വരട്ടെ മിസ്റ്റർ വിശ്വനാഥൻ, ഇനിയും കാണാം. ഓട്ടെ. ആ കാണണം, കാണും. അതങ്ങനെയാ. ഇതാ കുട്ടിയോട് പറഞ്ഞില്ലേ, വിശ്വനാഥൻ അയാളുടെ വണ്ടിയാ. സാർ, ഞാൻ പോട്ടെ. ഓക്കെ. താൻ മുതലാളി ഊഹിച്ച ആള് തന്നെയാണ്. വിശ്വൻ സാറിന്റെ മാനേജർ, ചന്തക്കാട് വിശ്വൻ സാറിന്റെ ഉമ്മർകുട്ടി. പോട്ടെ. താങ്ക്സ് എ ലോട്ട്. ഹലോ, ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാതെ പേര് മാറ്റുന്നത് കുറ്റകരമാണ് കേട്ടോ മിസ്റ്റർ എക്സ്. കൊച്ചുവെളുപ്പാങ്കാലത്ത് ഗസറ്റൊക്കെ തപ്പിപ്പോകാൻ പറ്റുമോ സാറേ? ചന്തക്കാട് വിശ്വനിഗ്രഹമാണല്ലോ ചന്ദ്രദാസ് IPSന്റെ അവതാര ലക്ഷ്യം തന്നെ. ആൽഫബറ്റ്സിലെ ഏതെങ്കിലും ഒന്നാണെങ്കിൽ കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കൂടുമെന്ന് ഞാൻ വിചാരിച്ചു. പിടികിട്ടിയ ചരക്കിന്റെ സോഴ്സും ടാർജറ്റും ഒക്കെ എനിക്കറിയാം. എന്തെങ്കിലും ഒരു ജോലി സാറിനും വേണ്ടേ? യൂസ് യുവർ സ്കിൽസ്. പിന്നെ പ്രസിന് പറ്റിയൊരു ഹെഡ്ലൈൻ ഞാൻ തരാം. നഗരത്തിൽ വൻപിച്ച മയക്കുമരുന്ന് വേട്ട, കമ്മീഷണർ ചന്ദ്രദാസിന്റെ തൊപ്പിയിലെ ആദ്യത്തെ പൊന്തൂവൽ. ഗുഡ് നൈറ്റ്. പത്രവ്യവസായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ചീഫ് എഡിറ്റർ തന്നെ വിൽപ്പന രംഗത്തേക്ക്. നഗരത്തിൽ വമ്പിച്ച മയക്കുമരുന്ന് വേട്ട, കമ്മീഷണർ ചന്ദ്രദാസിന്റെ തൊപ്പിയിൽ ആദ്യത്തെ പൊന്തൂവൽ. നഗരത്തിൽ വമ്പിച്ച മയക്കുമരുന്നു വേട്ട, കമ്മീഷണർ ചന്ദ്രദാസിന്റെ തൊപ്പിയിൽ ആദ്യത്തെ പൊൻതൂവൽ. അയ്യോ, എല്ലാം പോയേ. അയ്യോ, എല്ലാം പോയേ. എന്റെ സാധനം പോയേ. എന്തായി കാണിക്കുന്നേ? അയ്യോ, നെഞ്ചത്തടിക്കല്ലേ? അയ്യോ, അടിക്കല്ലേ എന്ന് അയ്യോ. ഒന്ന് പതുക്കെ നിലവിളിക്കണ്ടേ മനുഷ്യനെ?
പുറത്ത് നിൽക്കുന്ന ആൾക്കാർ കേൾക്കും. അവരൊക്കെ അറിയുമെന്ന്. എല്ലാരും അറിയട്ടെ. എനിക്ക് ഇത്തിരി വേഷം കലക്കിട്ടായോ. എന്റെ 1.5 കോടി പോയി. എനിക്ക് മരിക്കണം വക്കീലേ. ഓ, ഇതെന്തൊരു പാടാ ഇത്. എനിക്ക് എന്നാ ഇടിച്ചിടിച്ച് ചങ്ക് വെള്ളവാക്ക്. പഴയ ആത്മ ഇളകി ചാവട്ടെ. ദേ കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വാ ഇവിടെ വരാൻ. ഇരിക്കവിടെ. അയ്യോ അയ്യോ. സാർ, ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത്. സാർ ചെയ്തത് ശരിയായില്ല. പിന്നെ എന്ത് ചെയ്യണം? ഈ ശവം എടുത്ത് അവന്റെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കണോ? സാറൊന്ന് പതുക്കെ. പ്രതി മരിച്ച വിവരം ഇവിടുത്തെ പോലീസുകാർ പോലും അറിഞ്ഞിട്ടില്ല. അവരറിയാനും പാടില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരല്ല സാർ. ആ രാജുമോനെ അകത്ത് വിളിച്ച് നമുക്കുള്ള വിവരം പറയാം. സാറിന് ഒരു കയ്യബദ്ധം പറ്റിയതാണേലും ജനങ്ങൾ അറിഞ്ഞു വരുമ്പോ സംഗതി കൊലപാതകമാണ്. ഇവന്മാർ ഈ ബഹളം തുടർന്ന ഇവിടെ ആള് കൂടും, കുറെ പത്രക്കാർ വരും. പിന്നെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല സാർ. അവനെ വിളിക്കും. ഇന്ന് നിർത്തിക്കോണം നിന്റെ രാഷ്ട്രീയം. അതിപ്പോ ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? ദാസുമോനൊരു കയ്യബദ്ധം പറ്റിയെന്ന് വെച്ച് നീ ജാഥയും കൂട്ടി സ്റ്റേഷന് മുമ്പിൽ പോയി സിന്ദാബാദ് വിളിക്കുക ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗ്യം കൊണ്ട് നാട്ടുകാരത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ. ഇത് നല്ല കൂത്ത്. നിങ്ങൾ ഇത് എന്തൊരു വർത്താനോ മനുഷ്യനെ പറയുന്നത്? ഡ്രൈവർ എത്ത കാര്യം അവൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴല്ലേ അറിയുന്നുള്ളൂ. ആ അതെ, ഞാൻ അവിടെ ചെന്നില്ലായിരുന്നേ കാണായിരുന്നു. അളിയൻ ചമ്മല് കാരണം ഈ വിവരം നമ്മളോട് പോലും പറയത്തില്ലായിരുന്നു. ഓ ഭഗവാനെ, ഇതൊന്നും കാണാനും കേൾക്കാനും ഇട്ടേക്കാതെ എന്നെ വൈകുണ്ഠത്തേക്ക് ഞാൻ അങ്ങ് വിളി. എന്റെ ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പാ. ആ മക്കളെ, അമ്മച്ചിയുടെ പഴയ മനസ്സില് ഒരു നല്ല ബുദ്ധി തോന്നുന്നുണ്ട്. രക്ഷപ്പെടാൻ ആ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ആ പത്മനാഭൻ സർക്കിളിനെ വിശ്വസിക്കാവല്ലോ. വിശ്വാസക്കേട് കാണിച്ചാ അവന്റെ കൈയും കാലും വെട്ടി ഞാൻ. പപ്പനാവൻ ഒറ്റയ്ക്ക് പോകണ്ട. അവനെ സഹായിക്കാൻ നമ്മുടെ 3-4 പേരോടെ പോട്ടെ. ഈ ആക്രമണത്തിനും കള്ളക്കടത്തിനും പിന്നിൽ ബോംബെ അധോലോകത്തിന് സംശയാതീതമായ പങ്കുണ്ടെന്ന് ഞങ്ങളുടെ കൊളാപാലേഖൻ പ്രദീപ് ചൗധരി അറിയിക്കുന്നു. പ്രസ്തുത സംഭവത്തിൽ കാശ്മീർ തീവ്രവാദികൾക്കുള്ള പങ്കിനെ കുറിച്ച് ഉറപ്പിച്ചൊന്നും പറയാൻ നിവർത്തില്ലെന്ന് ഒരു ഉന്നത പോലീസ് വക്താവ് അറിയിച്ചു. ശരാ, അതിന് എന്നെ തെറി വിളിക്കുന്നതിനാ? ആ കമ്മീഷണർ ഇത്ര മണ്ടനായി പോയല്ലോ എന്നാ. തൊണ്ടിയും കളഞ്ഞ് പ്രതിയും പോയി. ബാക്കിയുള്ളവൻ രാവിളക്കോളം കാർ ഓടിച്ചത് മാത്രം വെച്ച. ചന്ദ്രദാസ് മണ്ടനാണെങ്കിലും അയാളുടെ അമ്മായിയപ്പൻ അങ്ങനെയല്ല. കിളവൻ ഇത്തവണ നമ്മളെ തോപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അങ്ങോട്ട് തറപ്പിച്ച് പറയാൻ പറ്റുമോ? സംശയം എന്താ? ആ റിപ്പോർട്ട് വായിച്ചാൽ അറിഞ്ഞൂടെ? ഒരു ടിപ്പിക്കൽ കേളു റൈറ്റർ സ്റ്റൈൽ. ഇലയും മുള്ളും കേടില്ലാതെ അയാളുടെ പോക്കറ്റിൽ. കേളുവിന്റെ മരുമോൻ എന്റെ മരുമോൻ അല്ലോടാ. അതല്ലേ ഞാൻ അവനെ കർണാടകത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ താൻ എന്റെ വാക്ക് കേട്ട് നടക്കാത്തതിന്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്. സാർ, നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടും പോലീസ് കമ്മീഷണർ ഒരു കുറ്റവാളിയെ വിച്ഛോദിക്കുക. അവന്റെ വാക്കും കേട്ടൊരു കൊച്ചുവെളുപ്പാൻ കാലത്ത് കള്ളനെ പിടിക്കാൻ പോവുക. എന്നിട്ടിപ്പോ എന്തായി? തന്നെ വെച്ച് എന്നെ മുഖ്യമന്ത്രിയെ നാറ്റിക്കാൻ ആ ചന്തക്കാട് വിശ്വം ചെയ്ത പണിയാ ഇതൊക്കെ. എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല. വെള്ളമാണെങ്കിലും അച്ഛൻ പറയുന്നേ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഫോട്ടോ എന്ത്? ഓ മറന്നു. ഐ എം സോറി മിസ്റ്റർ വിശ്വനാഥൻ. ഞങ്ങൾക്ക് ഈ പ്രദേശം ഒന്ന് റെയ്ഡ് ചെയ്യണം. എസ്പെഷ്യലി യുവർ ഓഫീസ്. വാറന്റുണ്ട്. ഇവിടം വിട്ട് ആരും പുറത്തു പോകരുത്. എല്ലാവരെയും പരിശോധിക്കേണ്ടി വരും. നിങ്ങളുടെ ടാർഗറ്റ് ഞാനല്ലേ? ഇവരെ വിട്ടേക്ക്. എന്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ തടസ്സം ഉണ്ടാക്കരുത് മിസ്റ്റർ വിശ്വനാഥൻ. ഇരിക്കണം, എല്ലാവരും ഇരിക്കണം. യാതൊരു പ്രശ്നങ്ങളുമില്ല. എല്ലാവരും ഇരിക്കട്ടെ. ഇവര് ഒന്നുമില്ലടാ, ആ റൈറ്ററുടെ കളിയാ. സാർ, ഒരു മംഗളകർമ്മത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു കരട് അതിവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഉണങ്ങാത്ത മുറിവായിട്ട് നിൽക്കും. സാറിനറിയോ, നിങ്ങളുടെ ലോകത്തിലെ മനുഷ്യർക്കിടയിലുള്ള മതിലുകളൊന്നും ഈ കോളനിയിലില്ല. ഇവര് വ്യത്യസ്ത മതക്കാരാണേലും ഹൃദയങ്ങളുടെ ചേർച്ചയ്ക്ക് തടസ്സമാകരുന്നുണ്ട് ഞങ്ങൾക്ക്. വർഷങ്ങളായുള്ള അത്തരമൊരു ബന്ധം ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ്.
പിണക്കങ്ങളില്ലാതെ തടസ്സങ്ങളില്ലാതെ. അതിനിടയിൽ തൽക്കാലം വരെ വെറുതെ വിടണം സാർ. ഈ ചടങ്ങ് തടസ്സപ്പെടുത്തരുത് സാർ. ആദ്യം എന്റെ ഓഫീസ് സെർച്ച് ചെയ്യാം. നിങ്ങളുടെ ഡ്യൂട്ടിക്ക് ഞാനൊരു തടസ്സമാവുന്നില്ല. രജിസ്റ്റർ സാറേ, വിവാഹം നടക്കട്ടെ. വെൽ ഡൺ, വെരി വെൽ ഡൺ. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്കല്ല, ഇത് ചെയ്യിച്ചവർക്ക്. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പിൻവലിക്കുക. ബഹളം വെക്കരുത്, ആരും ബഹളം വെക്കരുത്. കേസുകൾ പിൻവലിക്കുക. റെയ്ഡ് ചെയ്തപ്പോ ഓഫീസിൽ നിന്ന് കുറച്ച് മയക്കുമരുന്നോ മറ്റോ ഇവർ കണ്ടെടുത്തു. വിട്ടയക്കൂ, വിട്ടയക്കൂ, വിശ്വചേട്ടനെ വിട്ടയക്കൂ. കള്ളക്കേസുകൾ പിൻവലിക്കുക. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. നിയമം അനുസരിച്ച് സാർ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കാം. നാളെ കോടതി ഒന്ന് ജാമ്യത്തിന് ശ്രമിക്കുക. നീ ഇവരോടൊക്കെ ഒന്ന് മാറാൻ പറഞ്ഞേ. പിന്നെ ഒരു കാരണവശാലും അമ്മ അറിയരുത്. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. വിട്ടയക്കൂ. ആരും ബഹളം വെക്കരുത്. ചേട്ടനെ വിട്ടയക്കൂ. പോലീസ് വിശ്വനെ ബലമായി അറസ്റ്റ് ചെയ്തതല്ല. ബലമായി അറസ്റ്റ് ചെയ്തതല്ല. അവസാനിപ്പിക്കുക. വിശ്വനെ അറസ്റ്റ് ചെയ്തതാണ്. അവസാനിപ്പിക്കുക. നാളെ തന്നെ ജാമ്യം കിട്ടുന്ന നിസ്സാര ചാർജാണ്. എല്ലാരും മാറി നിൽക്കണം. പോലീസിനെ തടസ്സപ്പെടുത്തരുത്. മാറി മാറാൻ എന്താ പറഞ്ഞു കേട്ടില്ല. മാറാനാ പറഞ്ഞത്.